ബജറ്റിന്റെ സമഗ്രമായ അവലോകനവുമായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചേരുകയാണ്. മാർഷൽ, 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട വശങ്ങൾ ഈ ബജറ്റിൽ കാണാം. ഒന്ന്, കേരളം എന്ന വികാരത്തെ ജ്വലിപ്പിക്കുന്നു. കേരളം തകരില്ല, കേരളം തളരില്ല, കേരളത്തെ തകർക്കാനാകില്ല, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു. അതിനെതിരെ യോജിച്ച പ്രക്ഷോഭം വേണമെന്ന് പറഞ്ഞു വെക്കുന്നു കെ എൻ ബാലഗോപാൽ. 1. 2, ഇടതുപക്ഷത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ എപ്പോഴും ജനക്ഷേമ പദ്ധതികളാണ്. ഇത്തവണ അങ്ങനെ പുതുതായ ജനക്ഷേമ പദ്ധതികൾ ഇല്ല എന്ന് മാത്രമല്ല, തോമസ് ഐസക് ഓരോ ബജറ്റിലും 100 രൂപ വെച്ച് കൂട്ടിവന്ന ക്ഷേമ പെൻഷൻ ഇത്തവണ കൂട്ടിയിട്ടില്ല. 1600 തന്നെ തുടരുകയാണ്. 2500 എന്ന ടാർഗറ്റ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ റബ്ബറിന്റെ വില സ്ഥിരതാ ഫണ്ടിന്റെ കാര്യത്തിലും 10 രൂപയുടെ നാമമാത്ര വർധനയുള്ളൂ. അതായത് ജനക്ഷേമത്തിന് വേണ്ടി കൈയച്ച് തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും ചെലവഴിച്ചിട്ടില്ല ബാലഗോപാൽ. 2, മൂന്നാമത്തേത് സ്വകാര്യ നിക്ഷേപത്തിന്റെ എല്ലാ കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കെ എൻ ബാലഗോപാൽ ഉദ്ധരിക്കുന്നത് ചൈന മാതൃകയാണ്. ചൈന എങ്ങനെയാണോ 70കളുടെ അവസാനം ഒരു പ്രതിസന്ധി അതിജീവിച്ചത്, ആ മട്ടിൽ പുതിയ ഡെവലപ്മെന്റ് സോണുകൾ, സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഡെവലപ്മെന്റ് സോണുകൾ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിലടക്കം സ്വകാര്യ മേഖലയുടെ വലിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ 3 തരത്തിൽ, 1 കേന്ദ്രവിരുദ്ധത, 2 ക്ഷേമത്തിന് ഒരു തരത്തിലുള്ള കട്ട്, മൂന്നാമത്തേത് സ്വകാര്യ നിക്ഷേപം. ഇങ്ങനെ ഈ 3 തലത്തിൽ ബജറ്റിനെ പരിശോധിച്ചാൽ നിങ്ങൾക്കാകെ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുക? അഭിലാഷ് സൂചിപ്പിച്ചോടെ തന്നെ, അതായത് ഒരു ഇലക്ഷൻ ബജറ്റ് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ബാലഗോപാലിന്റെ ബജറ്റ് വരുമ്പോൾ ആ ബജറ്റിൽ ജനക്ഷേമകരമായിട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. റബ്ബറിന് താങ്ങുവില ഉയർത്തുന്നു, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നു എന്നിവയെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവയ്ക്കൊന്നും തന്നെ ഒരു ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായ രീതിയിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രത്തിന്റെ അവഗണന ഉയർത്തിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടാകാം, എങ്ങനെയാണ് ഇതിനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുക, എന്താണ് ബജറ്റിന്റെ ഒരു ആകത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബജറ്റ് വളരെ കൃത്യമായി പഠിച്ച് പ്രശാന്ത് കൃഷ്ണ, അമൽ ആനന്ദൻ, എങ്ങനെയാണ് ഈ ബജറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ മുമ്പ് GST വരുന്ന സമയത്തിന് മുമ്പായിരുന്നെങ്കിൽ എന്തിന് വില കൂടും, എന്തിന് വില കൂടില്ല എന്നുള്ള കണക്കുകളായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ തവണയും മദ്യത്തിന് വില കൂടും, മദ്യത്തിന് വില കുറയുമോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ക്ഷേമ പെൻഷനാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേമ പെൻഷൻ 1600 രൂപ എന്നുള്ളത് LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 2500 രൂപയായി ഉയർത്തുന്ന ഒരു കാലം സ്വപ്നം കാണുന്നുണ്ട്. 5 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയുണ്ട്. പ്രശാന്തേ, എന്തായിരുന്നു ഇത്തവണത്തെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ബാലഗോപാലിന്റെ ബജറ്റ് പറയുന്നത്? അതെ മാർഷടാ സാർ, കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സൺറൈസ് സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. ജ്വലിച്ചു എന്നാണ്, കത്തി ജ്വലിച്ചിരിക്കുക. പക്ഷേ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം കരുതി അകത്ത് നമ്മുടെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്കെല്ലാം വലിയ ആശ്വാസം ഉണ്ടാകുന്ന നടപടി ഉണ്ടാകുന്നു. പക്ഷെ വളരെ നിരാശയാണ്. കാരണം വേറൊന്നുമല്ല, ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെ. ക്ഷേമ പെൻഷൻ എല്ലാവരും പ്രതീക്ഷ എന്താ, 1600 ഇന്ന് ഒരു 100 രൂപയെങ്കിലും കൂട്ടുമെന്നാണ്. ഒന്നാമത് ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ കാലത്ത് ഒരു 100 രൂപയൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം 60 ലക്ഷത്തിലധികം ആൾക്കാർ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. അത് കൂട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ 5 മാസമായിട്ട് പെൻഷൻ ഇല്ല. അപ്പോൾ അതൊരു നിരാശ. ഏറ്റവും വലിയ കേരളത്തിൽ 3-3.5 കോടി ജനമുള്ളതിൽ 50 ലക്ഷം 60 ലക്ഷം ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അവർക്കൊരു പരിഹാരം ഇതിലില്ല എന്നുള്ള നിരാശയാണ്. പ്രത്യേകിച്ചും LDF സർക്കാർ ആകുമ്പോൾ ക്ഷേമമാണ് പ്രധാനമായിട്ടുള്ള അജണ്ട തന്നെ വരിക, അതിന് മാറ്റമില്ല. അതോടൊപ്പം തന്നെ വിലസ്ഥിരതാ ഫണ്ട്, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുന്നു. അത് 180 രൂപയോ 200 രൂപയോ അല്ലെങ്കിൽ LDF തന്നെ പറയുന്ന പോലെ 250 രൂപയൊക്കെ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അക്കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ കൃത്യമായി രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇലക്ഷൻ ബജറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മേഖലയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ളതിൽ ഒരു ശ്രദ്ധ വന്നിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ എന്നുള്ള മലയോര കർഷകരാണ്. കേരളത്തിലുടനീളമുള്ള മലയോര കർഷകരുടെ ആശ്രയമാണ് റബ്ബർ കൃഷി. ആ റബ്ബർ കൃഷിയിൽ റബ്ബർ കർഷകർക്ക് 170 രൂപയായിരുന്നത് 180 രൂപയാക്കി, 10 രൂപ കൂട്ടി. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കേന്ദ്രം ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായി ഒരു ഇലക്ഷൻ കാഴ്ചപ്പാടുള്ളൊരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് ചില മേഖലയിലെങ്കിലും ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ, കാരണം എനിക്ക് വലിയ വിഷമമൊന്നുമല്ല, വളരെയധികം ആളുകൾ നമ്മളോട് ഈ ബജറ്റ് വാർത്തയൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കുമായിരുന്നു, ഇത്തവണ ആ സെസ് അങ്ങ് പിൻവലിക്കുമായിരിക്കും അല്ലേ, പെട്രോളിന്റെയും ഡീസലിന്റെയും. അപ്പൊ ഞാൻ രാവിലെ പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം പിന്നെയും നോക്കിയായിരുന്നു, ഇല്ല പിൻവലിച്ചിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ആ സെസ് 2 രൂപ ബാധ്യത ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. പ്രശ്നമൊന്നുമല്ല, നമ്മളെല്ലാവരും ഇത് കൊടുക്കുകയല്ലേ, കൊടുത്തിട്ടും
പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശ. അതിനുള്ള പരിഹാരമില്ല. അല്ല, ഞാനത് വേറൊന്ന് കണ്ടു ആമലെ. പ്ലാൻ ബി, അതായത് ബാലഗോപാൽ ഇത് മുന്നോട്ട് വെക്കുമ്പോൾ അവർ പറഞ്ഞത് കേന്ദ്രത്തിന്റെ അവഗണനയെ മറികടക്കാൻ വേണ്ടി ഒരു പ്ലാൻ ബി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് മദ്യത്തിന് വില കൂട്ടി നികുതി പിരിച്ച് അങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള ആ ചട്ടമൊക്കെ മാറ്റിയിട്ട് കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും കിഫ്ബിയിൽ പിടുത്തം വന്നാലും ശരി, ഞങ്ങൾ പ്ലാൻ ബിയിലൂടെ, അതായത് സ്വകാര്യ നിക്ഷേപങ്ങൾ പല മേഖലകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി നടപ്പാക്കും, അങ്ങനെ കേരളം പിടിച്ചു നിൽക്കും എന്ന് പറയുന്നു. പ്ലാൻ ബിയെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? ഈ പ്ലാൻ ബി ഈ ബജറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണ്ടത്, സാധാരണ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഐസക്കിന്റെ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ബജറ്റിലെ ഏറ്റവും ഉപയോഗിക്കുന്ന വാക്കുകൾ കിഫ്ബി എന്നുള്ള വാക്ക് ആദ്യ ഇത്തവണ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐസക്കിന്റെ ബജറ്റിനകത്തുള്ള ഒരു മറ്റേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒറ്റ കവിതയേ ഉള്ളൂ. സാധാരണ ബജറ്റ് നമ്മൾ ഒരുപാട് കവിതയൊക്കെ തരും. ഇതിനകത്ത് കവിതയ്ക്ക് മുമ്പ് പറയുന്നത്, വരുന്ന തലമുറകൾക്ക് കൂടി വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാണ് അങ്ങനെ അന്തരംഗം പറഞ്ഞിട്ട് അത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ ഇങ്ങനെ നമ്മളെ അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ഇവർ കണ്ടെത്തുന്നത് സ്വകാര്യ നിക്ഷേപത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം സ്വകാര്യ നിക്ഷേപമാകാം എന്ന് SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KN ബാലഗോപാൽ പറയുന്നു എന്നുള്ളത് ഒരു നയപരമായ വലിയ മാറ്റം കൂടിയാണ്. ആരോഗ്യ മേഖലയിലുണ്ട്, ടൂറിസം മേഖലയിലുണ്ട്, കായിക മേഖലയിലുണ്ട്. അങ്ങനെ ഈ പ്ലാൻ ബി എന്നതുകൊണ്ട് ഇനിയിപ്പോൾ കേന്ദ്രം 10 പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, കിഫ്ബി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടുകാരെ പുറത്തുനിന്ന് അത്യാവശ്യം കാശുള്ളതിൻ്റെ നിന്ന് പൈസ മേടിച്ച് ഇവിടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള തരത്തിലാണ് പ്ലാൻ ബി അവതരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം പ്ലാൻ എ. കാരണം വേറൊരു സാധ്യതയില്ല. കേന്ദ്രം കാശ് തരുന്നില്ലെന്ന് കൃത്യമായിട്ട് തന്നെ എല്ലായിടത്തും പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് മറ്റ് പല കാര്യങ്ങളുണ്ട്. റബ്ബറിന് 10 രൂപ കൂട്ടി, ഇനിയിപ്പം വാഷിന് ചന്ദനകൃഷി ചെയ്യാം. അതിന് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ലപോലെ. ചന്ദനകൃഷി വളരെ നന്നായിട്ട്. അങ്ങനെ വരുമ്പോ ഇത് നമ്മൾ പ്രൈവറ്റ് ആളുകളിൽ കാശ് തരിക എന്ന് പറഞ്ഞാൽ കടമല്ലല്ലോ, കടം വാങ്ങിച്ചല്ലോ. കടമല്ല എന്ന് മാത്രമല്ല, ഒരാളും വെറുതെ കാശ് തരില്ല. ആരെങ്കിലും ഒരു സ്വകാര്യ നിക്ഷേപം, സ്വകാര്യ മേഖല എന്തെങ്കിലും ഒരു നേട്ടം പ്രതീക്ഷിക്കുമെന്നുള്ള രാജ്യത്തിൽ വരുന്ന രോഗികളെ പ്രൈവറ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷെ എങ്കിലും അനന്ത, എനിക്ക് പ്രതീക്ഷ എന്തെന്നറിയോ, മണൽ വാരാൻ തീരുമാനിച്ചിട്ടുണ്ട് 200 കോടി. പഴയ തുരുമ്പ് എല്ലാവരും എടുത്ത് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 200 കോടി. ഈ ബജറ്റിൽ ഞാൻ ആകെപ്പാടെ കണ്ടത് ഈ 200-400 കോടി രൂപ നേരിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു. 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ 10ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്ന വിഹിതം സംസ്ഥാന സർക്കാരിന് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിക്കുമ്പോഴും പതിവ് സാധനമുണ്ട്. എന്താണെന്നറിയോ, മദ്യത്തിന് വില കൂടുവോ? ഞാൻ ഈ ബജറ്റ് പുസ്തകം കൈകിട്ടിയപ്പം നമ്മൾ കേട്ടു പ്രസംഗം, പക്ഷെ ആശങ്കയോടെ നോക്കുന്നത് വിഭവ സമാഹരണം, അതിലാണല്ലോ പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ കൈയിടാൻ പറ്റുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ KSEB കൈയിട്ടിട്ടുണ്ട്, ജുഡീഷ്യറി, അതായത് കോടതി പോയ പണി പാടി. അതായത് ഇതിനകത്ത് കേസിന് പോകാന്ന് കരുതിയാൽ അവിടെ പ്രശ്നമാണ്. നല്ല വൃത്തിയായിട്ട് പൈസ പോകും കോടതി പോയാൽ. അങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളുടെ അതാണ് അവർക്കൊരു ആശ്വാസം. ടൂറിസ്റ്റ് ബസ്സുകളുടെ അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അത് നികുതി കുറച്ചു കൊടുത്ത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഇവിടെ നികുതി കൂട്ടുകയും ഇവിടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറെ നിയമങ്ങൾ നടപ്പാക്കി എല്ലാവരും മറ്റു സ്ഥലങ്ങളിൽ പോയി രജിസ്ട്രേഷൻ തുടങ്ങി, അവരെ തിരിച്ചിങ്ങോട്ട് ആകർഷിക്കാം. അപ്പം പതിവ് പോലെ മദ്യത്തിലും കൈവച്ചിട്ടുണ്ട്. അന്നേരം നമ്മളത് വിശദമായിട്ടൊന്ന് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് പാവം പിടിച്ച കള്ളൂടിയന്മാർ പേടിക്കേണ്ട, തൽക്കാലം അവരുടെ പോക്കറ്റ് കാലിയാകില്ല. ഗാലനേജ് ഫീസാണ് കൂട്ടിയിരിക്കുന്നത്. നിലവിൽ അതെന്താണ്ട് 50 പൈസ മറ്റേ ഉള്ളൂ. ഇപ്പം 10 രൂപയാണ് ഒരു ലിറ്ററിന് കൂട്ടിയിരിക്കുന്നത്. അത് ബെവ്കോ എക്സൈസിലേക്ക് അടയ്ക്കേണ്ടതാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബെവ്കോയ്ക്ക് വലിയ ലാഭം കൂടുമ്പം അത് നൈസായിട്ട് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അങ്ങ് സർക്കാർ ഖജനാവിലേക്ക് എത്തിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. അപ്പോൾ ഈ ഒരു ലിറ്ററിന് 10 രൂപ വെച്ച് കൂടുമ്പം ഒരു കേസ് എന്ന് പറയുന്നത് 9 ലിറ്റർ. അപ്പം ഒരു കേസിൽ 90 രൂപ വെച്ച് ബെവ്കോ അടയ്ക്കേണ്ടി വരും. അതൊരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം അടച്ചാൽ മതി. പക്ഷെ അവിടെ അപകടം അവിടെയല്ല, ബെവ്കോയ്ക്ക് ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാവും. 50 പൈസ കിടക്കുന്നതെടുത്ത് 10 രൂപയാക്കി. അപ്പോൾ എന്ത് ചെയ്യും? ബെവ്കോ ഇത് ഭാവിയിൽ വെയർഹൌസിന്റെ പേരിലും ലേബലിന്റെ പേരിലും ഒക്കെ നൈസായിട്ട് ബില്ലിൽ അടിച്ച് കയറ്റാൻ തുടങ്ങിയാൽ കുഴപ്പം. എന്തായാലും അനന്ത, പ്രശാന്ത്, അമലെ, വൈദ്യുതിയുടെ കാര്യത്തിൽ പക്ഷേ പ്രശ്നമുണ്ട്. അത് നമുക്ക് ഇല്ലെന്ന് തോന്നുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈദ്യുതി നിരക്കിലെ ഒരു വിഷയം ഉണ്ടായിക്കോട്ടെ. എന്നാലും മദ്യപന്മാർ പ്രതീക്ഷിക്കുക അപ്പം അത്ര പെട്ടെന്നൊന്നും തുക കൂടാനുള്ള സാധ്യതയില്ല. എന്ന് പറഞ്ഞാലും ഒരു ക്ഷേമ പെൻഷനൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ ബജറ്റ് പ്രതീക്ഷിച്ചവർക്ക് നിരാശയാണ്. എന്നാൽ അധികമായിട്ടുള്ള ഇരുട്ടടികൾ സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റിലില്ല എന്ന് പറയാം. എങ്കിലും വരും ദിവസങ്ങളിൽ കേന്ദ്രവുമായുള്ള ഒരു ഏറ്റുമുട്ടലിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോർമുഖം കൂടി ഈ ബജറ്റിലൂടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ തുറന്നിരിക്കാം.